ഓം ശാന്തി. 11/8/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾക്ക് പഠനത്തിലൂടെ തൻ്റെ കർമാതീതാവസ്ഥ ഉണ്ടാക്കേണ്ടതുണ്ട്. അതോടൊപ്പം പതീതത്തിൽ നിന്നും പാവനമാക്കുന്നതിനുള്ള വഴിയും പറഞ്ഞു കൊടുക്കണം. ആത്മീയ സേവനം ചെയ്യണം. ചോദ്യം: ഏതൊരു മന്ത്രം ഓർമ്മ വയ്ക്കുമെങ്കിൽ പാപകർമ്മങ്ങളിൽ നിന്നും രക്ഷിക്കപ്പെടും? ഉത്തരം: ബാബ മന്ത്രം നൽകിയിട്ടുണ്ട്. ഹിയർ നോ ഈവിൾ, സീ നോ ഈവിൾ. ഈ മന്ത്രം ഓർമ്മ വയ്ക്കൂ. നിങ്ങൾ തൻ്റെ കർമ്മേന്ദ്രിയങ്ങളിലൂടെ യാതൊരു പാപവും ചെയ്യരുത്. കലിയുഗത്തിൽ എല്ലാവരിലൂടെയും പാപകർമ്മം തന്നെയാണ് ഉണ്ടാകുന്നത്. അതിനാൽ ബാബ ഈ യുക്തി പറഞ്ഞു തരുന്നു. പവിത്രതയുടെ ഗുണം ധാരണ ചെയ്യൂ. ഇതാണ് നമ്പർ 1 ഗുണം. ഓം ശാന്തി. കുട്ടികൾ ആരുടെ മുന്നിൽ ഇരിക്കുകയാണ്? ബുദ്ധിയിൽ തീർച്ചയായും ഇതുണ്ടാകും. നമ്മൾ പതീത പാവനവും സർവരുടെ സദ്ഗതി ദാതാവുമായ തൻ്റെ പരിധിയില്ലാത്ത ബാബയുടെ മുന്നിലിരിക്കുന്നു. ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ ഉണ്ടെങ്കിലും ഓർമ്മിക്കേണ്ടത് ആ ഒന്നിനെയാണ്. മനുഷ്യർക്ക് സർവരുടെയും സദ്ഗതി ചെയ്യുവാൻ സാധിക്കില്ല. മനുഷ്യരെ പതീത പാവനൻ എന്ന് പറയില്ല. കുട്ടികൾക്ക് സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കണം. നമ്മൾ സർവ ആത്മാക്കളുടെയും പിതാവ് ആ ഒന്നാണ്. ആ ബാബ നമ്മളെ സ്വർഗത്തിൻ്റെ അധികാരിയാക്കുന്നു. ഇത് കുട്ടികൾ അറിയേണ്ടതാണ്. പിന്നെ സന്തോഷവും ഉണ്ടായിരിക്കേണ്ടതാണ്. ഇതും കുട്ടികൾ അറിയുന്നു. നമ്മൾ നരകവാസിയിൽ നിന്നും സ്വർഗവാസി ആയിക്കൊണ്ടിരിക്കുന്നു. വളരെ സഹജമായ വഴി ലഭിച്ചുകൊണ്ടിരിക്കുന്നു. കേവലം ഓർമ്മിക്കണം. തന്നിൽ ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യുകയും വേണം. തൻ്റെ പരിശോധന നടത്തണം. നാരദന്റെ ഉദാഹരണവുമുണ്ട്. ഈ എല്ലാ ഉദാഹരണങ്ങളും ജ്ഞാനത്തിൻ്റെ സാഗരമായ ബാബ തന്നെയാണ് നൽകിയത്. സന്യാസിമാരും മറ്റും എന്തെല്ലാം ഉദാഹരണങ്ങൾ നൽകുന്നു, അവയെല്ലാം ബാബ നൽകിയതാണ്. ഭക്തി മാർഗത്തിൽ കേവലം പാടിക്കൊണ്ടിരിക്കുന്നു. ആമയുടെയും സർപ്പത്തിൻ്റെയും ഭ്രമരത്തിൻ്റെയും ഉദാഹരണങ്ങൾ നൽകും. പക്ഷേ സ്വയം ഒന്നും ചെയ്യുവാൻ സാധിക്കുന്നില്ല. ബാബയാൽ നൽകപ്പെട്ട ഉദാഹരണം ഭക്തിമാർഗത്തിൽ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. ഭക്തിമാർഗം തന്നെ പാസ്റ്റിൻ്റെതാണ്. ഈ സമയം എന്താണോ പ്രാക്ടിക്കലിൽ സംഭവിക്കുന്നത്, അതിൻ്റെ മഹിമയാണ് പിന്നീട് ഉണ്ടാകുന്നത്. ദേവതമാരുടെ ജന്മദിനം അഥവാ ഭഗവാന്റെ ജന്മദിനം ആഘോഷിക്കുന്നു. പക്ഷെ ഒന്നും അറിയുന്നില്ല. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ബാബയിൽ നിന്നും ശിക്ഷണമെടുത്ത് പതീതത്തിൽ നിന്നും പാവനവുമാകുന്നു. പതീതർക്ക് പാവനമാകാനുള്ള വഴിയും പറഞ്ഞു കൊടുക്കുന്നു. ഇതാണ് നിങ്ങളുടെ മുഖ്യമായ ആത്മീയ സേവനം. ആദ്യം ആർക്കും ആത്മാവിൻ്റെ ജ്ഞാനം നൽകണം. നിങ്ങൾ ആത്മാവാണ്. ആത്മാവിനെ കുറിച്ചും ആർക്കും അറിയില്ല. ആത്മാവാണെങ്കിൽ അവിനാശിയാണ്. സമയമാകുമ്പോൾ ആത്മാവ് ശരീരത്തിൽ വന്ന് പ്രവേശിക്കുന്നു. അതിനാൽ സ്വയം ഓരോ നിമിഷവും ആത്മാവാണെന്ന് മനസ്സിലാക്കണം. നമ്മൾ ആത്മാക്കളുടെ പിതാവ് പരംപിതാ പരമാത്മാവാണ്. പരമ ടീച്ചറുമാണ്. ഇതും ഓരോ നിമിഷവും കുട്ടികൾക്ക് ഓർമ്മയിരിക്കേണ്ടതാണ്. ഇത് മറക്കുവാൻ പാടില്ലാത്തതാണ്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ തിരിച്ചു പോകണം. വിനാശം മുന്നിൽ നിൽക്കുന്നു. സത്യയുഗത്തിൽ ദൈവിക പരിവാരം വളരെ ചെറുതായിരിക്കും. കലിയുഗത്തിലാണെങ്കിൽ എത്ര അനേക മനുഷ്യരുണ്ട്. അനേകം ധർമ്മങ്ങളും അനേകം മതങ്ങളുമുണ്ട്. സത്യയുഗത്തിൽ ഇവയൊന്നും ഉണ്ടായിരിക്കില്ല. കുട്ടികൾ മുഴുവൻ ദിവസവും ബുദ്ധിയിൽ ഈ കാര്യങ്ങൾ കൊണ്ടുവരണം. ഇത് പഠനമാണല്ലോ. ആ പഠനമാകട്ടെ എത്ര പുസ്തകങ്ങളും മറ്റും ഉണ്ടായിരിക്കുന്നു. ഓരോ ക്ലാസ്സിലും പുതിയ പുതിയ പുസ്തകങ്ങൾ വാങ്ങേണ്ടി വരുന്നു. ഇവിടെയാണെങ്കിൽ ഒരു പുസ്തകത്തിൻ്റെയും ശാസ്ത്രങ്ങളുടെയും മറ്റും കാര്യമില്ല. ഇതിൽ ഒരേ ഒരു കാര്യമാണ്, ഒരേ ഒരു പഠനവുമാണ്. ഇവിടെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ആയിരുന്നപ്പോൾ
രാജാക്കന്മാരുടെ രാജ്യമുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാമ്പിലും രാജാവിൻ്റെയും റാണിയുടേതുമല്ലാതെ മറ്റാരുടെയും ഫോട്ടോ വയ്ക്കുമായിരുന്നില്ല. ഇക്കാലത്ത് നോക്കൂ, ഭക്തർ തുടങ്ങി ആരെല്ലാമാണോ ജീവിച്ചു പോയത് അവരുടെയും സ്റ്റാമ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ലക്ഷ്മി നാരായണൻ്റെ രാജ്യമായിരിക്കുമ്പോൾ ചിത്രവും ഒരേ ഒരു മഹാരാജാവിൻ്റെയും മഹാറാണിയുടേതുമായിരിക്കും. പാസ്റ്റിൽ ജീവിച്ചുപോയ ദേവതമാരുടെ ചിത്രങ്ങൾ ഇല്ലാതായി എന്നല്ല, പഴയതിലും പഴയ ദേവതമാരുടെ ചിത്രങ്ങൾ വളരെ ഹൃദയപൂർവ്വം വാങ്ങുന്നു. കാരണം ശിവ് ബാബയ്ക്ക് ശേഷം നെക്സ്റ്റ് ദേവതമാരാണ്. ഈ കാര്യങ്ങളെല്ലാം കുട്ടികളായ നിങ്ങൾ ധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നു, മറ്റുള്ളവർക്ക് വഴി പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി. ഇത് തികച്ചും പുതിയ പഠനമാണ്. നിങ്ങൾ തന്നെയാണ് ഇത് കേട്ടിരുന്നതും പദവി നേടിയിരുന്നതും. മറ്റാരും അറിയുന്നില്ല. നിങ്ങളെ രാജയോഗം പരംപിത പരമാത്മാവ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. മഹാഭാരത യുദ്ധവും പ്രശസ്തമാണ്. എന്ത് സംഭവിക്കുന്നു എന്നത് മുന്നോട്ട് പോകവേ കാണും. ചിലർ ഒന്ന് പറയുന്നു, ചിലർ മറ്റൊന്ന് പറയുന്നു. ദിനം പ്രതിദിനം മനുഷ്യർക്ക് ടച്ചായിക്കൊണ്ടിരിക്കുന്നു. വേൾഡ് വാർ നടക്കും എന്ന് പറയുന്നുമുണ്ട്. അതിനു മുമ്പേ നിങ്ങൾ കുട്ടികൾക്ക് തൻ്റെ പഠനത്തിലൂടെ കർമാതീത അവസ്ഥ പ്രാപ്തമാക്കണം. ബാക്കി അസുരന്മാരുടെയും ദേവതമാരുടെയും യുദ്ധമൊന്നും ഉണ്ടാകുന്നില്ല. ഈ സമയം നിങ്ങൾ ബ്രാഹ്മണ സമ്പ്രദായമാണ്, പിന്നെ പോയി ദൈവിക സമ്പ്രദായമാകുന്നു. അതിനാൽ ഈ ജന്മത്തിൽ ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്പർ 1 ദൈവിക ഗുണമാണ് പവിത്രതയുടേത്. നിങ്ങൾ ഈ ശരീരത്തിലൂടെ എത്ര പാപം ചെയ്തു വന്നു. ആത്മാവിനെ തന്നെയാണ് പാപാത്മാവ് എന്ന് പറയുന്നത്. ആത്മാവ് ഈ കർമ്മേന്ദ്രിയങ്ങളിലൂടെ എത്ര പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഹിയർ നോ ഈവിൾ ആരോടാണ് പറയുന്നത്? ആത്മാവിനോട്. ആത്മാവ് തന്നെയാണ് കാതുകളിലൂടെ കേൾക്കുന്നത്. ബാബ കുട്ടികളായ നിങ്ങൾക്ക് സ്മൃതി നൽകി. നിങ്ങൾ ആദി സനാതന ദേവീ ദേവതാ ധർമ്മത്തിലുള്ളവരായിരുന്നു. ചക്രം കറങ്ങി വന്നു. ഇപ്പോൾ വീണ്ടും നിങ്ങൾക്ക് അതുതന്നെ ആകേണ്ടതുണ്ട്. ഈ മധുരമായ സ്മൃതി വരുന്നതിലൂടെ പവിത്രമാകാനുള്ള ധൈര്യം വരുന്നു. നിങ്ങളുടെ ബുദ്ധിയിലുണ്ട് നമ്മൾ എങ്ങനെയാണ് 84ന്റെ പാർട്ട് അഭിനയിച്ചത്. ആദ്യം നമ്മൾ ഇതായിരുന്നു. ഇത് കഥയാണല്ലോ, ബുദ്ധിയിൽ വരേണ്ടതാണ്. 5000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ തന്നെ ദേവതയായിരുന്നു. നമ്മൾ ആത്മാക്കൾ മൂലവതനത്തിൽ വസിക്കുന്നവരാണ്. മുൻപ് അല്പം പോലും ഈ ചിന്ത ഉണ്ടായിരുന്നില്ല. അത് നമ്മൾ ആത്മാക്കളുടെ വീടാണ്. അവിടെ നിന്നും നമ്മൾ പാർട്ട് അഭിനയിക്കുവാനായി വരുന്നു, സൂര്യവംശിയും ചന്ദ്രവംശിയുമായി. ഇപ്പോൾ നിങ്ങൾ ബ്രഹ്മാവിൻ്റെ സന്താനങ്ങൾ, ബ്രാഹ്മണ വംശിയാണ്. നിങ്ങൾ ഈശ്വരീയ സന്താനങ്ങളായിരിക്കുന്നു. ഈശ്വരൻ ഇരുന്ന് നിങ്ങൾക്ക് ശിക്ഷണം നൽകുന്നു. ഇത് സുപ്രീം പിതാവും സുപ്രീം ടീച്ചറും സുപ്രീം ഗുരുവുമാണ്. നമ്മൾ ബാബയുടെ മതത്തിലൂടെ സർവ മനുഷ്യരെയും ശ്രേഷ്ഠരാക്കി മാറ്റുന്നു. മുക്തി, ജീവൻ മുക്തി രണ്ടും ശ്രേഷ്ഠമാണ്. നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകും. പിന്നെ പവിത്ര ആത്മാക്കൾ വന്ന് രാജ്യം ഭരിക്കും. ഇത് ചക്രമാണല്ലോ. ഇതിനെ പറയുന്നത് സ്വദർശന ചക്രം എന്നാണ്. ഇത് ജ്ഞാനത്തിൻ്റെ കാര്യമാണ്. ബാബ പറയുന്നു, നിങ്ങളുടെ ഈ സ്വദർശന ചക്രം നിൽക്കുവാൻ പാടില്ല. തിരിഞ്ഞുകൊണ്ടിരിക്കുന്നതിലൂടെ വികർമ്മം വിനാശമാകും. നിങ്ങൾ ഈ രാവണന്റെ മേൽ ജയം നേടും. പാപം ഇല്ലാതാകും. ഇപ്പോൾ സ്മൃതി വന്നു കഴിഞ്ഞു. സ്മരിക്കുന്നതിനു വേണ്ടി മാല ഇരുന്ന് സ്മരിക്കണം എന്നല്ല. ആത്മാവിൽ ഉള്ളിൽ ജ്ഞാനമുണ്ട്. അത് നിങ്ങൾ കുട്ടികൾ മറ്റ് സഹോദരി സഹോദരന്മാർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കണം. കുട്ടികളും സഹായികളാകുമല്ലോ. കുട്ടികളായ നിങ്ങളെയാണ് സ്വദർശന ചക്രധാരി ആക്കുന്നത്. ഈ ജ്ഞാനം എന്നിലുണ്ട്. അതിനാൽ എന്നെ ജ്ഞാനത്തിൻ്റെ സാഗരമെന്നും മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപമെന്നും പറയുന്നു. ആ ഒന്നിനെ
പൂന്തോട്ടക്കാരൻ എന്ന് പറയുന്നു. ദേവി ദേവത ധർമ്മത്തിന്റെ ബീജം ശിവ് ബാബ തന്നെയാണ് വിതച്ചത്. ഇപ്പോൾ നിങ്ങൾ ദേവി ദേവത ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് മുഴുവൻ ദിവസവും സ്മരിച്ചുകൊണ്ടേയിരിക്കൂ. എങ്കിലും നിങ്ങളുടെ വളരെ മംഗളമുണ്ട്. ദൈവിക ഗുണങ്ങളും ധാരണ ചെയ്യണം. പവിത്രവുമാകണം. സ്ത്രീ പുരുഷന്മാർ രണ്ടുപേരും ഒരുമിച്ച് കഴിഞ്ഞുകൊണ്ടും പവിത്രമാകുന്നു. ഇങ്ങനെയുള്ള ധർമ്മം ഉണ്ടായിരിക്കുന്നില്ല. നിവൃത്തി മാർഗത്തിലുള്ളവർ ആകുന്നത് പുരുഷന്മാർ മാത്രമാണ്. പറയുന്നുവല്ലോ, സ്ത്രീയും പുരുഷനും രണ്ടുപേരും ഒരുമിച്ച് പവിത്രമായിരിക്കുവാൻ സാധിക്കില്ല, പ്രയാസമാണ് എന്ന്. സത്യയുഗത്തിൽ ഉണ്ടായിരുന്നുവല്ലോ. ലക്ഷ്മി നാരായണന്റെ മഹിമയും പാടുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ബാബ നമ്മളെ ശൂദ്രനിൽ നിന്നും ബ്രാഹ്മണനാക്കി വീണ്ടും ദേവതയാക്കുന്നു. നമ്മൾ തന്നെ പൂജ്യരിൽ നിന്നും പൂജാരിയാകും. പിന്നെ എപ്പോൾ വാമമാർഗത്തിൽ പോകുന്നു, അപ്പോൾ ശിവന്റെ ക്ഷേത്രമുണ്ടാക്കി പൂജിക്കും. കുട്ടികളായ നിങ്ങൾക്ക് തൻ്റെ 84 ജന്മത്തിന്റെ ജ്ഞാനമുണ്ട്. ബാബ തന്നെയാണ് പറയുന്നത്, നിങ്ങൾ തൻ്റെ ജന്മങ്ങളെ അറിയുന്നില്ല, ഞാൻ പറഞ്ഞു തരുന്നു. ഇങ്ങനെ ഒരു മനുഷ്യനും പറയുവാൻ സാധിക്കില്ല. നിങ്ങളെ ഇപ്പോൾ ബാബ സ്വദർശന ചക്രധാരിയാക്കുന്നു. നിങ്ങൾ ആത്മാക്കൾ പവിത്രമായി കൊണ്ടിരിക്കുന്നു. ശരീരമാകട്ടെ ഇവിടെ പവിത്രമാവുക സാധ്യമല്ല. ആത്മാവ് പവിത്രമായി മാറുന്നു. അപ്പോൾ പിന്നെ അപവിത്ര ശരീരത്തെ ഉപേക്ഷിക്കേണ്ടി വരുന്നു. സർവ ആത്മാക്കൾക്കും പവിത്രമായി പോകേണ്ടതുണ്ട്. പവിത്ര ലോകം ഇപ്പോൾ സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു. ബാക്കി എല്ലാവരും സ്വീറ്റ് ഹോമിലേക്ക് പോകും. ഇത് ഓർമ്മ വയ്ക്കേണ്ടതാണ്. ബാബയുടെ ഓർമ്മയോടൊപ്പം വീടിൻ്റെയും ഓർമ്മ തീർച്ചയായും വേണം. കാരണം ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം. വീട്ടിൽ തന്നെയാണ് ബാബയെ ഓർമ്മിക്കേണ്ടത്. നിങ്ങൾക്കറിയാം, ബാബ ഈ ശരീരത്തിൽ വന്ന് നമ്മെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ബുദ്ധി പരംധാമായ സ്വീറ്റ് ഹോമിൽ നിന്നും വേർപെടാൻ പാടില്ല. ടീച്ചർ വീട് ഉപേക്ഷിച്ച് വരുന്നു നിങ്ങളെ പഠിപ്പിക്കാൻ. പഠിപ്പിച്ച ശേഷം പിന്നെ വളരെ ദൂരേക്ക് പോകുന്നു. സെക്കൻഡിൽ എവിടെയും പോകുവാൻ സാധിക്കും. ആത്മാവ് എത്ര ചെറിയ ബിന്ദുവാണ്, അതിശയിക്കേണ്ടതാണ്. ബാബ ആത്മാവിൻ്റെയും ജ്ഞാനം നൽകി. ഇതും നിങ്ങൾക്കറിയാം. സ്വർഗത്തിൽ കൈകാലുകളോ വസ്ത്രമോ മറ്റോ മലിനമാകും വിധത്തിലുള്ള മോശമായ ഒരു വസ്തുവും ഉണ്ടായിരിക്കുന്നില്ല. ദേവതമാരുടേത് എത്ര സുന്ദരമായ വേഷവിധാനമാണ്, എത്ര ഫസ്റ്റ് ക്ലാസ് വസ്ത്രമായിരിക്കും. കഴുകേണ്ട ആവശ്യം പോലുമില്ല. ഇത് കണ്ട് എത്ര സന്തോഷിക്കേണ്ടതാണ്. ആത്മാവ് അറിയുന്നുണ്ട്, ഭാവിയിലെ 21 ജന്മം നമ്മൾ ഇതാകും. കണ്ടുകൊണ്ടേയിരിക്കണം. ഇത്രമാത്രം. ഈ ചിത്രം എല്ലാവരുടെയും അടുക്കൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ഇതിൽ വളരെയധികം സന്തോഷം വേണ്ടതാണ്. നമ്മെ ബാബ ഇതാക്കി മാറ്റുന്നു. ഇങ്ങനെയുള്ള ബാബയുടെ കുട്ടികളായ നമ്മൾ പിന്നെ എന്തിന് കരയണം? നമുക്ക് യാതൊരു ആകുലതയും ഉണ്ടായിരിക്കാൻ പാടില്ല. ദേവതകളുടെ ക്ഷേത്രത്തിൽ പോയി മഹിമ പാടുന്നു. സർവഗുണ സമ്പന്നം അച്യുതം കേശവം. എത്ര നാമങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ശാസ്ത്രങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അത് ഓർമ്മിക്കുന്നു. ശാസ്ത്രങ്ങളിൽ ആരാണ് എഴുതിയത്? വ്യാസൻ, അല്ലെങ്കിൽ പുതിയവരായ ചിലരും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഗ്രന്ഥം മുമ്പ് വളരെ ചെറുതായിരുന്നു, കൈകൊണ്ട് എഴുതപ്പെട്ടതാണ്. ഇപ്പോഴാണെങ്കിൽ എത്ര വലുതാക്കിയിരിക്കുന്നു. തീർച്ചയായും അഡിഷൻ ചെയ്തിട്ടുണ്ടാകും. ഇനി ഗുരുനാനാക്ക് വരുന്നത് തന്നെ ധർമ്മം സ്ഥാപിക്കുവാനാണ്. ജ്ഞാനം നൽകുന്നയാൾ ഒന്ന് തന്നെയാണ്. ക്രൈസ്റ്റും വരുന്നുണ്ട്, കേവലം ധർമ്മം സ്ഥാപിക്കുന്നതിന് വേണ്ടി. എപ്പോഴാണോ എല്ലാവരും വന്നു ചേരുന്നത്, പിന്നെ തിരിച്ചു പോകും. വീട്ടിലേക്ക് അയക്കുന്നത് ആരാണ്? ക്രൈസ്റ്റ് ആണോ? അല്ല. ക്രൈസ്റ്റ് ആണെങ്കിൽ ഭിന്ന നാമരൂപത്തിൽ തമോ പ്രധാന അവസ്ഥയിലാണ്. സതോ രജോ തമോയിലേക്ക് വരുന്നുവല്ലോ.
ഈ സമയം എല്ലാവരും തമോ പ്രധാനമാണ്. സർവരുടെയും ജീർണിച്ച അവസ്ഥയാണല്ലോ. പുനർജന്മം എടുത്തെടുത്ത ഈ സമയം എല്ലാ ധർമ്മത്തിലുള്ളവരും വന്ന് തമോ പ്രധാനമായിരിക്കുന്നു. ഇപ്പോൾ സർവർക്കും തിരിച്ച് തീർച്ചയായും പോകണം. വീണ്ടും ചക്രം തിരിയേണ്ടതുണ്ട്. ആദ്യം പുതിയ ധർമ്മം ആവശ്യമാണ്. അത് സത്യയുഗത്തിൽ ഉണ്ടായിരുന്നു. ബാബ തന്നെയാണ് വന്ന് ആദി സനാതന ദേവീ ദേവതാ ധർമ്മത്തിന്റെ സ്ഥാപന ചെയ്യുന്നത്. പിന്നെ വിനാശവും സംഭവിക്കണം. സ്ഥാപന, വിനാശം, പിന്നെ പാലന. സത്യയുഗത്തിൽ ഒരേ ഒരു ധർമ്മമായിരിക്കും ഉണ്ടാവുക. ഈ സ്മൃതി വരുന്നുണ്ടല്ലോ. മുഴുവൻ ചക്രവും സ്മൃതിയിൽ വരണം. ഇപ്പോൾ നമ്മൾ 84ന്റെ ചക്രം പൂർത്തിയാക്കി തിരിച്ച് വീട്ടിലേക്ക് പോകും. നിങ്ങൾ സംസാരിക്കുമ്പോഴും നടക്കുമ്പോഴും സ്വദർശന ചക്രധാരിയാണ്. അവർ പിന്നെ പറയുന്നു, കൃഷ്ണന്റെ അടുക്കൽ സ്വദർശന ചക്രമുണ്ടായിരുന്നു, അതുപയോഗിച്ച് എല്ലാവരെയും കൊന്നു എന്ന്. അകാസുരൻ, ബകാസുരൻ തുടങ്ങിയവരുടെ ചിത്രം കാണിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ഒരു കാര്യവുമില്ല. കുട്ടികളായ നിങ്ങൾക്ക് ഇപ്പോൾ സുദർശന ചക്രധാരിയായി ഇരിക്കണം. കാരണം സുദർശന ചക്രത്തിലൂടെ നിങ്ങളുടെ പാപം മുറിയുന്നു, ആസുരീയത ഇല്ലാതാകുന്നു. ദേവതമാരുടെയും അസുരന്മാരുടെയും യുദ്ധം ഉണ്ടാവുക സാധ്യമല്ല. അസുരന്മാരുള്ളത് കലിയുഗത്തിലും ദേവതമാരുള്ളത് സത്യയുഗത്തിലുമാണ്. മധ്യത്തിലുള്ളത് സംഗമയുഗമാണ്. ശാസ്ത്രങ്ങൾ തന്നെ ഭക്തി മാർഗത്തിൻ്റെതാണ്. ജ്ഞാനത്തിൻ്റെ പേരോ അടയാളമോ ഇല്ല. സർവർക്കും വേണ്ടി ജ്ഞാനത്തിൻ്റെ സാഗരം ഒരേ ഒരു ബാബയാണ്. ബാബയിലൂടെ അല്ലാതെ ഒരാത്മാവിനും പവിത്രമായി തിരിച്ചു പോകുവാൻ സാധിക്കില്ല. പാർട്ട് തീർച്ചയായും അഭിനയിക്കണം. അതിനാൽ ഇപ്പോൾ തൻ്റെ 84ന്റെ ചക്രത്തെയും ഓർമ്മിക്കണം. നമ്മളിപ്പോൾ സത്യയുഗി പുതിയ ജന്മത്തിലേക്ക് പോവുകയാണ്. ഇങ്ങനെയുള്ള ജന്മം പിന്നീട് ഒരിക്കലും ലഭിക്കുന്നില്ല. ശിവബാബ, പിന്നെ ബ്രഹ്മബാബ. ലൗകികം, പാരലൗകികം, പിന്നെ ഇത് അലൗകിക ബാബയാണ്. ഈ സമയത്തിൻ്റെ തന്നെ കാര്യമാണ്. ഇദ്ദേഹത്തെ അലൗകികം എന്ന് പറയുന്നു. കുട്ടികളായ നിങ്ങൾ ആ ശിവബാബയെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നു, ബ്രഹ്മാവിനെ അല്ല. ബ്രഹ്മാവിൻ്റെ ക്ഷേത്രത്തിൽ പോയി പൂജിക്കുന്നു. പൂജിക്കുന്നതും സൂക്ഷ്മവദനത്തിൽ സമ്പൂർണ്ണ അവ്യക്ത മൂർത്തി ആകുമ്പോഴാണ്. ഈ ശരീരധാരി പൂജയ്ക്ക് യോഗ്യനല്ല. ഇദ്ദേഹം മനുഷ്യനാണല്ലോ. മനുഷ്യന്റെ പൂജ ഉണ്ടാകുന്നില്ല. ബ്രഹ്മാവിന് താടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഇവിടെയുള്ള ആളാണ് എന്ന് മനസ്സിലാക്കേണ്ടി വരും. ദേവതമാർക്ക് താടി ഉണ്ടായിരിക്കുന്നില്ല. ഈ കാര്യങ്ങളെല്ലാം കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നിരിക്കുന്നു. നിങ്ങളുടെ പേര് പ്രസിദ്ധമാണ്. അതിനാൽ നിങ്ങളുടെ ക്ഷേത്രവും ഉണ്ടായിട്ടുണ്ട്. സോമനാഥന്റെ ക്ഷേത്രം എത്ര ഉയർന്നതിലും ഉയർന്നതാണ്. സോമരസം കുടിപ്പിച്ചു. പിന്നെ എന്ത് സംഭവിച്ചു? പിന്നെ ഇവിടെയും ദിൽവാഡ ക്ഷേത്രം നോക്കൂ. ക്ഷേത്രം കൃത്യമായും സ്മാരകമായി ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു. താഴെ നിങ്ങൾ തപസ്യ ചെയ്തുകൊണ്ടിരിക്കുന്നു. മുകളിൽ സ്വർഗമാണ്. മനുഷ്യർ മനസ്സിലാക്കുന്നു സ്വർഗം മുകളിൽ എവിടെയോ ആണ്. ക്ഷേത്രത്തിലും താഴെ എങ്ങനെ സ്വർഗത്തെ ഉണ്ടാക്കും? അതിനാൽ മുകൾ തട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്നു. ഉണ്ടാക്കുന്നവർ ഒന്നും മനസ്സിലാക്കുന്നില്ല. വലിയ വലിയ കോടിപതികളുണ്ട്. അവർക്ക് ഇത് മനസ്സിലാക്കിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് ഇപ്പോൾ ജ്ഞാനം ലഭിച്ചിരിക്കുന്നു. അതിനാൽ നിങ്ങൾക്ക് വളരെ പേർക്ക് നൽകുവാൻ സാധിക്കും. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാപ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഉള്ളിൽ നിന്നും ആസുരീയത സമാപ്തമാക്കുന്നതിനായി നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും സ്വദർശന ചക്രധാരിയായി ഇരിക്കണം. മുഴുവൻ ചക്രവും സ്മൃതിയിൽ കൊണ്ടുവരണം. ബാബയുടെ ഓർമ്മയോടൊപ്പം ബുദ്ധി പരംധാമമാകുന്ന വീട്ടിൽ യോജിച്ചിരിക്കട്ടെ. ബാബ ഏതെല്ലാം സ്മൃതികൾ നൽകിയോ
അത് സ്മരിച്ച് തൻ്റെ മംഗളം ചെയ്യണം. വരദാനം. സർവഗുണ സമ്പന്നം ആകുന്നതിനോടൊപ്പം ഏതെങ്കിലും ഒരു വിശേഷതയിൽ വിശേഷ പ്രഭാവശാലിയായി ഭവിക്കട്ടെ. ഏതുപോലെ ഡോക്ടേഴ്സ് ജനറൽ രോഗങ്ങളുടെ നോളജ് വയ്ക്കുന്നുണ്ട്, എന്നാൽ അതിനോടൊപ്പം ഏതെങ്കിലും കാര്യത്തിൻ്റെ വിശേഷ നോളജിൽ പ്രസിദ്ധരാകുന്നു. അതേപോലെ കുട്ടികളായ നിങ്ങൾക്കും സർവഗുണ സമ്പന്നം ആവുക തന്നെ വേണം. എന്നിരുന്നാലും ഒരു വിശേഷതയെ വിശേഷ രൂപത്തിൽ അനുഭവത്തിൽ കൊണ്ടുവന്ന് സേവനത്തിൽ കൊണ്ടുവന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കൂ. ഏതുപോലെ സരസ്വതിയെ വിദ്യാദേവിയെന്നും ലക്ഷ്മിയെ ധനത്തിൻ്റെ ദേവിയെന്നും പറഞ്ഞ് പൂജിക്കുന്നു, അതേപോലെ സ്വയം തന്നിൽ സർവഗുണങ്ങളും സർവശക്തികളും ഉണ്ടായിരിക്കുമ്പോഴും ഒരു വിശേഷതയിൽ വിശേഷ റിസർച്ച് ചെയ്ത് സ്വയം തന്നെ പ്രഭാവശാലിയാക്കൂ. സ്ലോഗൻ: വികാരങ്ങളാകുന്ന സർപ്പങ്ങളെ സഹജയോഗത്തിൻ്റെ ശയ്യയാക്കി മാറ്റൂ. അപ്പോൾ സദാ നിശ്ചിന്തം ആയിരിക്കും. അവ്യക്ത സൂചന: സഹജയോഗി ആകണമെങ്കിൽ പരമാത്മാ സ്നേഹത്തിൻ്റെ അനുഭവിയാകൂ. മനസ്സ് തന്നെ ബാബയുടേതാണെന്നിരിക്കെ പിന്നെ മനസ്സ് എങ്ങനെ ചേർക്കും, എങ്ങനെ സ്നേഹിക്കും എന്ന ചോദ്യമേ ഉയരുക സാധ്യമല്ല. കാരണം സദാ ലവ്ലീൻ ആയിരിക്കുന്നു. സ്നേഹസ്വരൂപവും മാസ്റ്റർ സ്നേഹത്തിൻ്റെ സാഗരവുമായിരിക്കുകയാണ്. അപ്പോൾ സ്നേഹിക്കേണ്ടി വരുന്നില്ല, സ്നേഹത്തിൻ്റെ സ്വരൂപമായി കഴിഞ്ഞു. എത്രത്തോളം ജ്ഞാന സൂര്യൻ്റെ കിരണങ്ങൾ അഥവാ പ്രകാശം വർദ്ധിക്കുന്നു, അത്രയും തന്നെ കൂടുതൽ സ്നേഹത്തിൻ്റെ അലകൾ ഉയർന്നു വരുന്നു. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. മനസ്സിൻ്റെ ഏകാഗ്രതയുടെ ശക്തിയിലൂടെ ഞാൻ ഈ ശബ്ദത്തിൻ്റെ ലോകത്തിൽ നിന്നും ഉപരി ആവുകയാണ്. അതിസൂക്ഷ്മ ജ്യോതിർബിന്ദു സ്വരൂപമായ ഞാൻ ആത്മാവ് ഒരു സെക്കൻഡിൽ ശബ്ദത്തിനുപരിയായ എൻ്റെ സ്വീറ്റ് സൈലൻസ് ഹോമിൽ എത്തിച്ചേരുകയാണ്. മധുരമായ നിശബ്ദത നിറഞ്ഞ, ശാന്തത നിറഞ്ഞ ഈ ലോകത്തിൽ ഞാൻ എൻ്റെ അനാദി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുകയാണ്. എൻ്റെ മാതാവും പിതാവുമായ ശിവപരമാത്മാവിൻ്റെ സമീപത്ത് പരമാത്മാ ഛത്രഛായയിൽ ആ ദിവ്യ പ്രേമത്തിൻ്റെ പരിപാലനയിൽ അതീന്ദ്രിയ സുഖമയ സ്ഥിതിയിൽ ലയിച്ചിരിക്കുകയാണ്. ഈ ദിവ്യ സ്നേഹത്തിൻ്റെ ഛത്രഛായയിൽ ഞാൻ സർവ വരദാനങ്ങൾ കൊണ്ടും സമ്പന്നമായി സന്തുഷ്ടമണി ആയിരിക്കുന്നു. എന്നിൽ നിന്നും സന്തോഷത്തിൻ്റെ അലകൾ നാനാഭാഗത്തും വ്യാപിക്കുകയാണ്. ശബ്ദത്തിൻ്റെ ലോകത്തിൽ
പല പല ചിന്തകളാൽ, പല പല വിഘ്നങ്ങളാൽ പരവശരായ ആത്മാക്കളിൽ ഈ സന്തുഷ്ടതയുടെ അലകൾ എത്തിച്ചേരട്ടെ. പരിപാവനമായ ഈശ്വര സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഈ കിരണങ്ങൾ അവരുടെ ആത്മാവിനെ സ്പർശിച്ച് അവരെയും സന്തുഷ്ടമണിയാക്കി മാറ്റട്ടെ. പരമാത്മാ സ്നേഹസ്പർശം അവരിലും ഈശ്വരീയ സ്നേഹത്തിൻ്റെ ദിവ്യ അനുഭവം വരുത്തട്ടെ. शाश्वत है शांति सुख की